കുന്നിച്ചു മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 3ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പ് എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. പിന്നെ വീഡിയോ സ്ഥിരമായിട്ട് കാണട്ടും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ നമുക്ക് ഒരുമിച്ചൊന്ന് ഗ്രോ ചെയ്യാൻ നോക്കിയാലോ. പിന്നൊരു കാര്യം, നമുക്ക് ഇതിൻ്റെ സപ്പോർട്ടൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു 1K ലൈക്ക് ഞാൻ ഈ വീഡിയോക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. സോ ഇപ്പം തന്നെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ടെസ് പറയുന്നുണ്ട്, ആർട്ട് അവൻ എങ്ങനെയായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്? എനിക്കറിയാം അവൻ ഓക്കെ ആണ്, പക്ഷേ അവനിപ്പോൾ യൂസ് ചെയ്യുന്നത് 2 വീക്കസ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. അതാണ് എനിക്കൊരു പേടി. പെട്ടെന്ന് കാർട്ടസ് വന്ന് അവൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, പ്രിൻസസ് ഒരു ബാറ്റിൻ്റെ ഇടക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്നത് അതത്ര നല്ല കാര്യമല്ലെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു അറ്റാക്ക് അവൻ്റെ നേരെ അവൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുള്ളിക്കാൻ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ പറയും ചെയ്യും, പ്രിൻസ് കാർട്ടസ് എന്നോട് ക്ഷമിക്ക്, ഇനി ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് എന്തോന്ന് സംഭവിച്ചത്. പക്ഷേ ആ ഒരു അറ്റാക്ക് അവൾ പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ കാർട്ടസ് തെറിച്ച് അവൻ്റെ ഒരു ബീസിൻ്റെ മേത്ത് വന്ന് വീഴുന്നുണ്ട്. ആ ടൈമിൽ അവൾ പറയുന്നുണ്ട്, കോപ്പ് അതെന്തായിരുന്നു? അതെനിക്കെന്തോ പറ്റി? ഈ സമയത്ത് തന്നെ കാർട്ടസ് ഫുള്ളി റെഡി ആയിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, ഗ്രൗഡർ റെഡി ആയിക്കോ, നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുവാണ്. അവൻ്റെ നീപ്പും ഭാവം കണ്ടിട്ട് അവൻ ഏതോ ലാർജ് സ്പെല്ല് യൂസ് ചെയ്യാൻ പോകുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് പുള്ളിക്കാരി ഒരു സ്പെല്ല് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് കുറച്ചധികം വൈൻസിനെ അവിടേക്ക് സമൺ ചെയ്യുന്നുണ്ട്. ഈ വൈൻസായിട്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രൗഡറും കർട്ടസും കൂടെ അതെല്ലാം ഡോഡ് ചെയ്തുകൊണ്ട് അവളുടെ നേരെ വരുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവളൊരു ഹ്യൂജ് ആളുടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് വീണ്ടും അവളുടെ ശരീരത്തിന് വേദനിക്കാൻ തുടങ്ങും. അവൾ പറയുന്നുണ്ട്, എൻ്റെ കോറിന് എന്തൊരു പ്രശ്നമുണ്ട്, ഇതിനി എങ്ങനെ ആ ഒരു എൽഡർവുഡ് ഗാർഡിയൻ കാരണമാണോ? അല്ല ഞാനിവിടെ തോറ്റു കൊടുക്കണോ? അത് പറ്റത്തില്ല, ഞാൻ സ്റ്റുഡൻറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. ഞാനിവിടെ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ആലോചിക്കും ഞാൻ വീക്കാണെന്ന്. അത് സത്യം പറഞ്ഞാൽ ഒരു കവേർഡ്നെസ് ആയി പോകും. എന്നിട്ട് പുള്ളിക്കാരി വീണ്ടും തൻ്റെ പവർ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ട് അവനെ ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോകും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഇവിടെ ജയിക്കും. ഈ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് ഒരു ഹ്യൂജ് ആളുടെ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അവളുടെ മാനക്കോർ ഫുള്ളി സീലായി. അവളുടെ ബോധം കേട്ട് അവൾ നേരെ താഴത്തേക്ക് വീഴാൻ പോയി. അവളുടെ കണ്ണടയുന്നതിന് മുമ്പ് അവൾ ആ ഒരു രൂപം കണ്ടു. പിന്നെ കാണിക്കുന്നത് വലിയൊരു എക്സ്പ്ലോഷനാണ്. ഗ്ലോറിയായിട്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നോക്കാൻ തുടങ്ങും. പെട്ടെന്നാണ് അവൾ ഞെട്ടിയത്. കാര്യം അവൾ നോക്കാൻ നേരത്ത് അവിടെ ആർത്തർ ഉണ്ടായിരുന്നു. പക്ഷേ ആർത്തർ അവിടെ നിൽക്കുമായിരുന്നല്ലോ. അവനെങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ ടൈമിൽ തന്നെ നമ്മുടെ കർട്ടസ് വരുന്നുണ്ട്. പ്രൊഫസർ ഞാനത് അറിഞ്ഞുകൊണ്ടല്ല. പേടിക്കണ്ട, അതെനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ടീമിൽ വിളിക്കാൻ നോക്കി. ഇവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യിക്കണം എന്നിട്ട് അവൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? അവൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തർ തൻ്റെ കണ്ണ് തുറക്കുന്നതാണ്. അവൻ കണ്ണ് തുറക്കാൻ നേരത്ത് അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ സിൽവി നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, അല്ല എന്ത് പറ്റി? പെട്ടെന്ന് അവൻ്റെ തല നോക്കി സിൽവി ഓർമ്മ കൊടുത്തിട്ട് പറയും ചെയ്യും, പപ്പ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്നെ കൂട്ടാതെ എപ്പോഴും മരിക്കാൻ പോകും. ഇതെന്തുവാണ്? എന്നെ ആലോചിക്കുന്നില്ലേ? ഇത് കേട്ടപ്പോൾ ആർത്തൻ്റെ സൗണ്ട് ഒന്ന് പതറി. പക്ഷേ എന്നിട്ട് പറയും ചെയ്യും, സിൽവി എന്നോട് ക്ഷമിക്കുക, എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് റെക്ലെസ് ആയിരുന്നെന്ന്. പക്ഷേ ഇനി പേടിക്കണ്ട, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകുന്നില്ല. അത് സത്യമല്ലേ? സത്യമെന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് ഒരു നോക്ക് കേൾക്കും. അവനായിട്ട് പറയുന്നുണ്ട്, അകത്തേക്ക് വരൂ. ആ സമയത്ത് അവൾ കയറുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അല്ല ഞാൻ ഓർത്തില്ല നീ എഴുന്നേറ്റിരിക്കുവാണെന്ന്. ആർത്തർ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ശരിക്കും കൺസേൺ ആണ്. എനിക്ക് ഇവിടുത്തെ ഡയറക്ടറിനെ അത്ര റീസെൻ്റ്ലി കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ടൈമിൽ അവൾ പറയും ചെയ്യും, നിനക്ക് ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ഓക്കെയാണ്. അല്ല ടെസ്റ്റ് നടക്കുന്നു. കുഴപ്പമൊന്നുമില്ല. അവളെന്തായാലും ഇപ്പം നിന്നെക്കാട്ടും നല്ലൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് എത്ര നാളാണെന്ന് പറയാൻ പറ്റത്തില്ല. അവളുടെ ബീസ്റ്റ് വീല് അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലേ? അത് നിനക്ക് എങ്ങനെ അറിയാം? ഒന്നില്ലെങ്കിലും ആ ഒരു ബീസ്റ്റ് സ്കോർ കൊടുത്തത് ഞാൻ തന്നെയല്ലേ. എനിക്ക് അവളുടെ ബാക്കി അസിമുലേഷന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നീ അവിടെ കിടക്കാൻ നോക്ക്. നീ എന്തായാലും ഹെൽപ്പ് ചെയ്തില്ലേ, അത് തന്നെ ധാരാളം. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. അവളുടെ ഒരു ബീസ്റ്റ് വില്ല് ഞാൻ ഒരു സീക്രട്ട് ആയിട്ട് വെച്ചിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത്. അവളായിട്ട് കറൻലി അവളുടെ അസിമുലേഷൻ സ്റ്റേജിലാണുള്ളത്. സോ ഇപ്പോഴാണ് അവൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത്. ഞാൻ ഈ കാര്യം പ്രൊഫസർ ഗ്ലോറിയോടെങ്കിലും പറയേണ്ടതായിരുന്നു. എന്തായാലും നന്ദിയുണ്ട്. കാര്യം നീ കാരണമാണ് എൻ്റെ ഡിസിപ്ലിൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ആ ടൈമിൽ അവൻ പറയുന്നുണ്ട്, ഇതെന്തുവാണ്, ഞാൻ ചാകാൻ പോകുകയൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നൊരു കാര്യം, ഞാൻ നിന്റെ ഫാമിലിനെയും അതേപോലെ തന്നെ റോയൽ ഫാമിലിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. നീ എന്തായാലും ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ നോക്ക്, അവരെന്തായാലും നിന്നെ കാണാൻ വരുന്നതാണ്. അത് കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കിപ്പോൾ അവനെ കാണണ്ട അതുറപ്പല്ലേ? ഇപ്പം എനിക്ക് കാണണ്ട, ഇപ്പം എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുമല്ല അവനിപ്പോൾ റെസ്റ്റ് എടുക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വാ, നമ്മളെയും കാത്ത് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഫുഡ് അവിടെ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പുള്ളിക്കാരി പോവുകയാണ്. ഈ സമയത്ത് അവളൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ട് ആർ തന്നെ ആലോചിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആർത്തരാട്ടെ കിടന്നുറങ്ങുന്നതായിരുന്നു. അവനങ്ങനെ ഉറക്കം കഴിഞ്ഞ് തൻ്റെ കണ്ണ് പതുക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ അവൻ ആരെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കിയപ്പോഴാണ് അത് അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയാണെന്ന് പറഞ്ഞത്.
സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കാരണം നിങ്ങൾ വീണ്ടും വിഷമിച്ചില്ലേ? ഈ ടൈമിൽ തന്നെ എലി പറയുന്നുണ്ട്, നല്ല പരിവായിട്ടുണ്ട് കേട്ടോ ബ്രദർ. ആ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പെങ്ങളെ, ഇത്ര മനോഹരമായ വാക്കുകൾ മാത്രമേ നിന്റെ വയലിൽ നിന്ന് വരത്തുള്ളൂ. ആ സമയത്ത് തന്നെ തന്നെ അവൾ കളിയാക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴാണ് റേ പറയുന്നത്, എടാ ചുമ്മാതാണ് കേട്ടോ, നിനക്കെന്തോ പറ്റിയെന്ന് കേട്ടപ്പോൾ നിന്റെ അമ്മേനെക്കാട്ടും കൂടുതൽ കിടന്ന് കരഞ്ഞത് അത് നിന്റെ പെങ്ങളാണ്. അപ്പോൾ അവളോട്ടെ റേയുടെ നേരെ ചൂടാകുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അച്ഛൻ എന്നോട് പറഞ്ഞതല്ലേ അവനൊരിക്കൽ പറയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ കിടന്ന് ബഹളം വെക്കുവാണ്. ഈ ടൈമിൽ അവൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു മകനെ, ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും നീ മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെയൊക്കെ ആകുന്നത്? ആ ടൈമിൽ റേ പറയും ചെയ്യും, പിന്നെ എങ്ങനെയാണ്, ഒന്നുമില്ലെങ്കിലും കണ്ണിക്കണ്ട എല്ലാവരോട്ട് അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ആ സമയത്ത് നമ്മുടെ ആർത്തർ പറഞ്ഞിട്ട്, അത് നിങ്ങൾ എന്നെ മാത്രം കണ്ടിട്ടാ, എൻ്റെ അടി കൊണ്ടവരെയും കൂടെ നിങ്ങളൊന്ന് കാണായിരുന്നു. ഈ സമയത്ത് അവരെല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഈ സമയത്ത് തന്നെ ആലീസ് പറയുന്നുണ്ട്, ദൈവമേ, എൻ്റെ മകൻ എന്ത് പാവമായിരുന്നു, ഇപ്പൊ നോക്കി ഇവനിത് എന്ത് സംഭവിച്ചു? പെട്ടെന്ന് നമ്മുടെ ഡയറക്ടർ അവിടേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നിങ്ങൾ പേടിക്കുന്നു വേണ്ട, അവൻ ചുമ്മാ ജോക്ക് ചെയ്തതാണ്. ആ ഡയറക്ടറിനോടൊപ്പം തന്നെ നമ്മുടെ ടെസ്സും അവരുടെ ഫുൾ ഫാമിലി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും ഞെട്ടി. ആ സമയത്ത് തന്നെ റേയും ആലീസും പറയുന്നുണ്ട്, മജസ്റ്റി, താങ്കൾ കണ്ടതിൽ എന്തായാലും സന്തോഷം. ആ സമയത്ത് അവർ പറയുന്നത്, കണ്ടതിൽ ഞങ്ങളല്ലേ സന്തോഷപ്പെടേണ്ടത്, ഒന്നല്ല 2 തവണ രക്ഷിച്ച ആ ഒരു രക്ഷ എൻ്റെ പാരൻസിനെ കാണാൻ പറ്റിയതിൽ ഞാനാണ് സത്യം പറഞ്ഞാൽ സന്തോഷപ്പെടേണ്ടത്. മെറിയലായിട്ട് നമ്മുടെ ആലീസിന് പൂക്കൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മുമ്പ് പരിചയപ്പെടേണ്ടായിരുന്നില്ലേ? ഈ ടൈമിൽ തന്നെ ആൾഡിയനായിട്ട് റേയ്ക്ക് നമ്മുടെ വീറിയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഇതെൻ്റെ അച്ഛനാണ്, പുള്ളിക്കാരൻ നേരത്തെ എല്ലിയോറിൻ്റെ കിങ് കൂടിയായിരുന്നു. ഈ ടൈമിൽ തന്നെ നമ്മുടെ ടെസ് പറയുന്നുണ്ട്, ഹലോ, എൻ്റെ പേര് ടെസ് എന്നാണ് കേട്ടോ, ഞാൻ ആർത്തൻ്റെ ഫ്രണ്ടാണ്, എന്തായാലും നിങ്ങൾ കണ്ടതിൽ സന്തോഷം. ഈ സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കും. എന്നിട്ട് ആർത്തറിനെ ഒന്ന് നോക്കും. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരു കള്ള ചിരിച്ചിരിക്കും. ഈ സമയത്ത് ആർത്തറിന് മനസ്സിലായി ഇവരെന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരായിട്ട് അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, അവസാനം നമ്മൾ കണ്ടുമുട്ടിയല്ലേ, എന്തായാലും ആർത്തർ നിന്നെ പറ്റി ഒത്തിരി അധികം പറയാറുണ്ട് കേട്ടോ. ശരിക്കും, പിന്നെ അല്ലാതെ നിന്നെ പോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾ എൻ്റെ മകൻ്റെ കൂടെ ഉള്ളത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ഇപ്പോഴല്ല കേട്ടോ, ഫ്യൂച്ചറിലും അത് തന്നെയെന്ന് പറഞ്ഞിട്ട് അവൾ നന്നിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ പുള്ളിക്കാൻ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ലടാ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അവരെന്തുവാണ് സ്കീം ചെയ്യുന്നതെന്ന് ഓർത്തിട്ടാണ്. ആ സമയത്ത് പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, വലിയ കുഴപ്പമൊന്നുമില്ല, കൂടിപ്പോയാൽ നീ എൻ്റെ മരുമകനാകും. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരി എന്നിട്ട് പറഞ്ഞിട്ട്, ഗ്രാൻഡ് ബാ എന്തുവാണ് ഈ പറഞ്ഞത്? എന്നിട്ട് പുള്ളിക്കാരി പതുക്കെ നടന്ന് അപ്പുറത്ത് വന്നിട്ട് പറയുകയും ചെയ്യും, എന്നോട് ക്ഷമിക്കുക ആർത്തർ, ഞാൻ അവരുടെ എല്ലാവരും മര്യാദക്ക് പറഞ്ഞാണ് വരേണ്ടത്, പക്ഷേ അവരാരും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. കുഴപ്പമൊന്നുമില്ല ടെസ്. ഈ സമയത്ത് ഇലയായിട്ട് നൈസിലൊന്ന് ചുമക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, സോ നിനക്ക് വേണ്ടിയാണല്ലേ എൻ്റെ ചേട്ടൻ ജീവൻ വരെ പണയം വെച്ചത്? ആ ടൈമിൽ തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, സോ നീയാണല്ലേ എലിയ, ആർത്തൻ്റെ കുഞ്ഞി പെങ്ങൾ, ഞാൻ എന്തായാലും നിന്നെപ്പറ്റി കേട്ടിട്ടുണ്ട്, നീ കേട്ട പോലെയല്ല, നീ കുറച്ചുകൂടെ ഭംഗിയാണല്ലോ. കുഴപ്പമൊന്നുമില്ല, നീയും സുന്ദരിയൊക്കെ തന്നെയല്ലേ. എലി, മര്യാദക്ക് സംസാരിക്കാൻ നോക്കിയേ, ഒന്നുമില്ലെങ്കിലും നിന്റെ കയ്യിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരിയല്ലേ ഗിഫ്റ്റ് തന്നത്? ശരിക്കും? വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും സൂപ്പർ അല്ലായിരുന്നോ? എന്നാലും നിനക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് സന്തോഷം. ഈ സമയത്ത് പുള്ളിക്കാരിക്ക് എന്ത് പറയണമെന്ന് അറിയാമില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആർത്തൻ്റെ ചോദിക്കുന്നുണ്ട്, ബ്രദർ പറ, ഞാനാണോ സുന്ദരി അതോ ഇവളാണോ സുന്ദരി? ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട്, 2 നില മൂഞ്ചിരിപ്പുണ്ട്. അവർ രണ്ടുപേരും അവരുടെ മനസ്സിൽ ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നുണ്ട്, നീ ഇപ്പം മേലാതെ കിടക്കുന്നത് നിന്റെ ഭാഗ്യമാണ്. അല്ല ഗ്രാംസ്, ടെസ്സിന്റെ മാനക്കോർ ശ്രദ്ധിച്ചോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പം എന്തായാലും കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമൊന്നുമില്ല, കാര്യം നീ ആദ്യം തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, പറഞ്ഞതുപോലെ നിനക്ക് എങ്ങനെയാണ് ഒരു എൽഡർവുഡ് ഗാർഡിയന്റെ ബീസ്റ്റ് കോർ കിട്ടിയതോ? അത് സിമ്പിളല്ലേ, ഞാൻ ഒരെണ്ണത്തിനെ കൊന്നിട്ട്. എന്ത്? അതല്ല, ഞാൻ കൊന്നിട്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ ഡയറക്ടർ പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, എന്തായാലും ഇപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്, നിന്നെ കാണാനായിട്ട് കുറച്ചധികം പേരും കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആ വാതിലങ്ങോട്ട് തുറക്കാൻ നേരത്ത് നേരെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് വീഴുവാണ്. അതിനകത്തായിട്ട് നമ്മുടെ എജി, ബാക്കിയുള്ളവരും വിൻസെന്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് എജി താഴത്തേക്ക് വീഴുന്ന കണ്ടാൻ നേരത്ത് അവരെല്ലാവരും കൂടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. സോ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. സോ അതൊന്നും മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.